നാരായണനാണ്. എല്ലാ നാരായണനിലാണ് ലയിക്കുന്നത്. അതെ. അഷ്ടാക്ഷരി എന്ന് പറയുന്നത് വളരെയേറെ വിശേഷമായ പാപദോഷങ്ങളെ പരിഹരിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ നാരായണ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും പിതൃവിനെ സ്വീകരിക്കാൻ കഴിയുന്നത്, അങ്ങനെ പറയുമ്പോൾ ഞാൻ കേരളത്തിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ, അത് തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രം മാത്രമാണ്. കുടുംബത്തിലുള്ളവരെല്ലാം ഒന്ന് ഒത്തുപിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഈ പ്രേത വിഷയം തീരും. ഞാൻ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പം സമ്പത്ത് എന്ന് പറയുന്ന വിഷയമല്ല, ഒന്നുകിൽ ഉപാസന, അല്ലെങ്കിൽ നീ നിന്റെ ശരീരം കൊണ്ട് ആർജിച്ച ദാനം പ്രകാരം ഇന്ന രൂപത്തിലുള്ള ഇന്ന വ്യവസ്ഥയിലുള്ള സോള് ലൈവ്ലി പ്രസന്റ് ആണ്. ഇത് നമുക്ക് ഫസ്റ്റ് ആവാഹിക്കണം. അതിനെ കണക്ട് ചെയ്യുന്ന ബാക്കി ഓരോ രൂപങ്ങളും പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ജ്യോതിഷിയോട് തന്നെ ചോദിക്കുക, ജ്യോത്സ്യരെ നിങ്ങൾ കവടി വരുമ്പം എത്ര കവടികൾ കിട്ടിയാൽ ഇന്നിവിടെ പ്രേതം വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് എണ്ണാൻ അറിയാം. കബഡി വാരുമ്പം ഒരു ദിവസം പരമാവധി 3 സെറ്റ് ഓഫ് കബഡീസ് മാത്രമേ, 3 സെറ്റ്. അവരുടെ രൂപം എന്താണ്, അവരുടെ സ്വഭാവം എന്തായിരുന്നു, ഇതൊന്നും ചോദിക്കുക. ഇത് ദൈവജ്ഞന്റെ ജോലിയാണ്. ജ്യോത്സ്യർ എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിതൃ സാന്നിധ്യം കാണുന്നുണ്ട്, ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ളതാണ്, ഇന്ന രൂപത്തിലുള്ള ആളാണ്, ഇയാളുടെ സ്വഭാവം ഇന്നതായിരുന്നു. മൾട്ടിപ്പിൾ പേഴ്സൺ ഡിസോർഡർ, സോൾ അറ്റാച്ച്ഡ്, ഡ്യുവൽ പേഴ്സണാലിറ്റി. ഈ ആത്മീയ തലത്തിന്റെ മൊത്തത്തിലുള്ള കോൺട്രാക്ട് വർക്കേഴ്സ് എന്ന് പറയുന്നതാണ് ജ്യോതിഷികളും ഒപ്പം തന്ത്രവും. ഇതിനകത്ത് രണ്ടും മോശമെന്നല്ല, പക്ഷേ എല്ലാ തരത്തിലും മോശപ്പെട്ടവരുള്ളതുപോലെ ഇവിടെയും ഉണ്ട്. പ്രേതാവാഹനം ശ്രീകാന്ത്ജി, ഒരുപാട് പേര് പറയാൻ ആഗ്രഹിക്കുന്നതും പേടിയുള്ളതുമാണ്. ഒരു സാധകൻ അല്ലെങ്കിൽ സാധാരണ ഒരാൾ, ഒരു പൃച്ഛകൻ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പോകുന്ന സമയത്ത്, ജാതകം കൊടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് പറയും, നിങ്ങളുടെ ജാതകം നോക്കുന്ന സമയത്ത് ഈ ഭാവത്തിൽ ഒരു പ്രേതദോഷം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പേടിപ്പെടുത്തലാകാം, ചിലപ്പോൾ സത്യസന്ധമാകാം. പക്ഷെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ അത് വളരെ ഒരു പേടിപ്പെടുത്തലുകളായിരിക്കും. അപ്പോൾ ഈ പ്രേതാവാഹനം നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്രേതാവാഹനം ചെയ്യുന്നത്? ഈ പ്രേതാവാഹനം വിളിക്കുന്ന സമയത്ത് വരുന്ന പവർഫുൾ സോള് അത് തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും സാധാരണപ്പെട്ട ആൾക്കാർക്ക്? വളരെ നല്ല ചോദ്യം എന്ന് പറയാൻ കാരണം, ആദ്യം ആത്മീയതയും ഭൗതികതയുടെ ഒരു വരി പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകാം. ശരി. നോക്കൂ, മനുഷ്യരെല്ലാവരും അവൻ്റെ ഭൗതിക തലത്തിലുള്ള പ്രശ്നങ്ങൾ, എനിക്ക് ജോലി ശരിയാകുന്നില്ല, പൈസ ഇല്ല, വിവാഹം കഴിച്ച് കുട്ടികളായില്ല, ഇങ്ങനെ എന്ത് വിഷയങ്ങളും അതവൻ്റെ ഭൗതിക തല പ്രോബ്ലംസാണ്. ഇതെല്ലാം പരിഹരിക്കാൻ ആത്മീയ തലത്തിലേക്കാണല്ലോ പോകുന്നത്. ഈ ആത്മീയ തലത്തിൻ്റെ മൊത്തത്തിലുള്ള കോൺട്രാക്ട് വർക്കേഴ്സ് എന്ന് പറയുന്നതാണ് ജ്യോതിഷികളും ഒപ്പം തന്ത്രവും. ഇതിനകത്ത് രണ്ടും മോശമെന്നല്ല, പക്ഷേ എല്ലാ തരത്തിലും മോശപ്പെട്ടവരുള്ളതുപോലെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഈ പ്രേതാവാഹനം എന്ന് പറയുന്നതിലൊക്കെ ആദ്യം പ്രേതം എന്താണെന്നുള്ളൊരു ടോപ്പിക് ഉണ്ടാവണമല്ലോ. നമുക്ക് ഈ ഭൂമിയിൽ കാണപ്പെടുന്നതെല്ലാം സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ 3 ശരീരങ്ങളാൽ ബന്ധിതമാണ്. സ്ഥൂല ശരീരം ഫിസിക്കൽ ബോഡിയാണ്. കാരണ ശരീരം എന്ന് പറയുന്നത് ആത്മചൈതന്യവുമാണ്. ഇൻ ബിറ്റ്വീൻ സൂക്ഷ്മ ശരീരമുണ്ട്, അത് എനർജി ബോഡിയാണ്. അതിനെ നമുക്ക് ഓറ എന്ന് വിളിക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളുടെ വാസന എന്ന് വിളിക്കാം, മനസ്സെന്ന് വിളിക്കാം. അപ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില വാസനകൾക്കൊക്കെ കാരണം എന്തായിരിക്കാം, അല്ലേ? ഇത് ഉള്ളതുകൊണ്ടാണ് അത് ഫിസിക്കൽ ബോഡിയിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. കാരണമെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പരബ്രഹ്മത്തിൽ നിന്നും കണക്ട് ചെയ്താണ്. അപ്പോൾ ഇതിനൊരു ട്രയാങ്കിളായിട്ട് എടുക്കാം. അതെ, ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് കാരണം ടോപ്പിലുണ്ടാവും. കാരണത്തിൽ അവിടെ നിന്നും കണക്ട് ചെയ്ത് സ്ഥൂല ശരീരവും വരുമ്പോൾ ആത്മചൈതന്യത്തിലൂടെ ഒരാൾ ജനിക്കുകയാണ്. അയാളുടെ വാസനകളെല്ലാം സൂക്ഷ്മത്തിലുണ്ടാവും. സോ ഇത് 3ഉം എപ്പോഴും ലൈവായിട്ടിരിക്കുമ്പം ആ വ്യക്തി കോൺഷ്യസ്ലി ലൈവാണ്, അല്ലെങ്കിൽ അയാൾ ജീവനോടെ ഉണ്ട്. എപ്പോഴാണോ സ്ഥൂലത്തിലേക്ക് കാരണത്തിൻ്റെ കണക്ഷൻ കട്ടാവുന്നത്, മരണം സംഭവിക്കും. ഇനി സ്ഥൂലത്തിലേക്ക് കാരണം കണക്ട് ചെയ്ത് നിൽക്കുകയാണ്, പക്ഷേ സ്ഥൂലത്തിലേക്ക് സൂക്ഷ്മം കണക്ട് ചെയ്യുന്നില്ല, അയാൾ എന്താണ്?
ഡ്യുവൽ പേഴ്സണാലിറ്റി പേഴ്സണോ, അതുമല്ല എങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സൺ ഡിസോർഡർ, സോൾ അറ്റാച്ച്ഡ് ഡ്യുവൽ പേഴ്സണാലിറ്റി. കറക്റ്റ്. അപ്പോൾ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിയിൽ 2 തരമുണ്ട്. ഒന്ന് സോൾ അഫക്റ്റഡ് ആയിട്ടുള്ളതുണ്ട്, അത് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു സൂക്ഷ്മത്തിന് വാസനയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ബിഹേവിയേഴ്സുമായിട്ട് വളരെ കണക്ഷൻ ഉണ്ട്. ഈ സ്ഥൂലത്തിലാണ് ഇത് ബിഹേവിയർ ചെയ്ത് പുറത്തു വരുന്നത്. കാരണത്തിൽ ഓൾറെഡി ഇതെല്ലാം ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാരണം സ്ഥൂലത്തിലേക്കും കണക്റ്റഡ് ആയിരിക്കും, അതേ സമയത്ത് സൂക്ഷ്മത്തിലേക്കും കണക്റ്റഡ് ആയിരിക്കും. ഇതൊരു ചെയിനാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥൂലം ചെയ്യുന്ന എന്ത് കാര്യവും സൂക്ഷ്മത്തിലും ഉണ്ടാകും, കാരണത്തിലും കണക്റ്റ് ആവും. ഇപ്പോൾ ഈ സൂക്ഷ്മം എന്ന് പറയുന്ന ഒരു കണക്ഷൻ സ്ഥൂലത്തിലേക്ക് ഇല്ലാതെ പോകുമ്പം ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാവും. ഈ സൂക്ഷ്മം എന്ന് പറയുന്ന കണക്ഷൻ ഡിറ്റാച്ച്ഡ് ആയി വരികയാണ്. അതായത് സ്ഥൂലമായിട്ടും കാരണവുമായിട്ടും കണക്ഷൻ ഇല്ലാതെ വരുന്നു പറഞ്ഞാൽ ആൾ മരിച്ചു എന്നാണ്. അപ്പം പിന്നെ സ്ഥൂല ശരീരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിനെ എന്ത് ചെയ്യും? മറവ് ചെയ്യും, അത് ഡീക്കേ ആവും. അതെ. 2, കാരണം എന്ത് ചെയ്യും? അതെപ്പോഴും അവിടെ റിമെയിൻസ്. യൂണിവേഴ്സലാണ്, യൂണിവേഴ്സൽ എനർജിയാണ്, ബോധതലമാണ്. ആ കണക്ഷൻ കട്ടായി അതങ്ങ് റിട്ടേൺ ചെയ്യും. അവശേഷിക്കുന്നത് വാസനയാണ്, സൂക്ഷ്മമാണ്. ഇതൊരു ഫ്രീക്വൻസി ഓഫ് എനർജിയാണ്, ഓറയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ തരംഗങ്ങളാണ്. ഇതിവിടെ റിമെയിൻ ചെയ്യും. ഇത് സയൻറ്റിഫിക്കലി ഒന്ന് പരിശോധിക്കപ്പെടുമ്പോൾ, ശാസ്ത്രഭാവത്തിൽ നിന്ന് ചിന്തിക്കപ്പെടുമ്പോൾ, യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് എനർജി. നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് nor can be destroyed, but can be converted from one form to another form. അപ്പോൾ ഈ സൂക്ഷ്മ എനർജി അവിടെ എപ്പോഴും ഉണ്ടാവും. ഇതൊരു 100-നും 110-നും ഇടയിലുള്ള ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ഒരു എനർജി ആണ് എന്ന് സങ്കല്പിക്കും. ആളുടെ ബോഡി പോയി. ഈ 100-110 എനർജിയുള്ള ഫ്രീക്വൻസീസിലുള്ള ഈ എനർജി 150-ന്റെ കൂടെ കൂടാൻ പോവോ, 100-ന് താഴെയുള്ളതിൻ്റെ കൂടെ കൂടാൻ പോവോ, അതോ ഇതിൻ്റെ ഇടയിലുള്ളതിൻ്റെ കൂടെ കൂടാൻ പോവോ? 100-നും 110-നും ഇടയിലുള്ള എനർജിയെ ആയിരിക്കും കണക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ. കാരണം സിമിലർ ആയിട്ട്. ഈ ഒരു കാരണത്താലാണ് നമ്മൾ മലയാളികളൊക്കെ വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബോർഡൊന്നും വിടാതെ തന്നെ അവനൊരു മലയാളിയാണ്, പെട്ടെന്ന് അവരുടെ ഇടയിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഇനി വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവന്റെ ദുഃഖങ്ങളും സിറ്റുവേഷൻസും സമാനമായ അവസ്ഥകളുള്ള വ്യക്തികളോടായിരിക്കും ഏറ്റവും കൂടുതലും അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. ശരിയാണ്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരാൾ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ, അവൻ്റെ കൂടെ നിൽക്കുന്ന എപ്പോഴും സഹകരിക്കുന്ന ഒരു 10 പേരെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ അത് ഈ ഓറ, ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ എനർജി ബോഡിയാണ് പ്രേതാവസ്ഥയായിട്ട് ഭവിക്കുന്നത്. ഇതെവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്യും. അതിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസുമായിട്ടുള്ള സാന്നിധ്യങ്ങളിൽ ഹിറ്റ് ചെയ്യുമ്പം അവരുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് എനർജി ബോഡീസിന് എന്ത് ചെയ്യും? ഡിസ്ട്രാക്ഷൻസ് ക്രിയേറ്റ് ആവും. ഇതെവിടെയെങ്കിലും പോയി ന്യൂട്രലൈസ് ആവണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിനെയാണ് മോക്ഷം കൊടുക്കുന്നത്. ആക്ച്വലി ഈ എനർജി മോക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പോകുന്ന എപ്പോഴാണെന്നറിയോ? ഇനി ഒരു പുതിയ സ്ഥൂലം കിട്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഇതിനകത്ത് എപ്പോഴും ഉണ്ടാവും. ഈ ഒരു കാരണത്താലാണ് നീ ചെയ്യുന്ന എന്ത് കർമ്മഭാരവും എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അത് അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ആവാഹിക്കുന്നത്. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്യണം. അത് അറ്റാച്ച് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എവിടെയാണ്? ദേവതയുടെ പാദങ്ങൾ തന്നെയാണ്, അതായത് വിഷ്ണു പാദത്തിൽ തന്നെയാണ്. ഇതാണ് പ്രേതാവാഹനെല്ലാം നടത്തി വിഷ്ണുവിങ്കൽ കൊണ്ട് സമർപ്പിക്കുന്നു, അല്ലെ ക്ഷേത്രത്തിൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഒത്തിരി അബദ്ധങ്ങളുണ്ട്. അത് സ്വീകരിക്കാൻ അർഹമായ സന്നിധിയിൽ മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ ചെയ്യുന്നതും ദോഷദുരിതം തന്നെയാണ്. അപ്പോൾ ഈ പ്രേതാവാഹനം എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുമ്പോൾ ഈ ന്യൂട്രലൈസ്ഡ് എനർജിയെ ആവാഹിക്കുകയാണ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിപ്പം ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയെ കണ്ടു, പ്രശ്നം എഴുതി, പിതൃവുണ്ടെന്ന് അറിഞ്ഞു, ഫസ്റ്റ് ചോദിക്കണം അതാരാണ്, അവരുടെ രൂപം എന്താണ്, അവരുടെ സ്വഭാവം എന്തായിരുന്നു, ഇതൊന്നും ചോദിക്കുക. ഇത് ദൈവജ്ഞന്റെ ജോലിയാണ്. ജ്യോത്സ്യർ എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിതൃസാന്നിധ്യം കാണുന്നുണ്ട്, ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ളതാണ്, ഇന്ന രൂപത്തിലുള്ള ആളാണ്, ഇയാളുടെ സ്വഭാവം ഇന്നതായിരുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത് ചോദിക്കണം അയാളുടെ ഭാര്യ, അല്ലെ അയാളുടെ മകൻ, അല്ലെ മകൾ, അവരുടെ രൂപം ഇന്നതാണ്. ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആളിന് വിശ്വാസയോഗ്യമായിട്ട് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അയാളുടെ അടുത്ത് ആദ്യമായിട്ട് ചെല്ലുന്ന ആളായിരിക്കും. ശരിയാണ്. അങ്ങനെ ഒരു കണ്ടീഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ മുഖാന്തരം ഇന്ന പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ
റിലേറ്റ് ചെയ്യാം, നമുക്ക് വളരെ വാലിഡ് പോയിന്റ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ ഉറപ്പിക്കാതെ ഒരു ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കണ്ടുകൊണ്ട് ഞാൻ ജ്യോതിഷം പഠിച്ചു വന്നപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു ഗുരുനാഥൻ പറഞ്ഞാണ്, ഗുളികനെയാണ് പഠിക്കുന്നത്, ജ്യോതിഷികളുടെ ചോറാ കേട്ടോ. അപ്പൊ പ്രേതത്തെ കൊണ്ടേ അവർക്ക് അതുകൊണ്ട് തന്നെ പ്രേതപ്രയോഗം പലയിടത്തും വളരെ കൂടുതലാണ്. ഇത് നിൽക്കുന്നത് കൊണ്ട് എന്ത് അനുഭവം അവനിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പൊ അത് മൊത്തത്തിൽ കറക്കി കുത്തിയല്ല, ഇന്ന സ്പെസിഫിക് പോയിന്റ് ഉണ്ടാകും എന്ന് പറയാം. അപ്പൊ ഈ പ്രേതാവാഹനമാണ് ഇതിനെ നമ്മൾ പൂജയിലേക്ക് പോകുന്നത്. ഇതൊരു പൂജയിലേക്ക് പോകുന്നത് വെറുതെ ഒരു സുദർശനം ചെയ്താൽ ആവണമെന്നില്ല. ഓരോ പിതൃവിൻ്റെയും ആ പ്രേത സാന്നിധ്യവും ആ എനർജിക്കും ഓരോ കർമ്മഭാരങ്ങളായിരിക്കും. അത് ഭഗവത് പാദത്തിലേക്ക് എത്തണമെങ്കിൽ ചിലതൊക്കെ ന്യൂട്രലൈസ് ചെയ്യേണ്ട ആവശ്യകതകളുണ്ട്. അത് കഴിയാത്ത പക്ഷം അതൊന്നും നേരെയാവുകയില്ല. ഇനി ആവാഹിക്കുന്നത് വന്നോ ഇല്ലയോ എന്ന് നോക്കാൻ വളരെ സിമ്പിളാണ്. ജ്യോതിഷം അറിയാത്തവരായിരിക്കും ഏറ്റവും കൂടുതലും പൂജ ചെയ്യിക്കുന്നത്. നിങ്ങൾ ജ്യോതിഷിയോട് തന്നെ ചോദിക്കുക, ജ്യോത്സ്യരെ നിങ്ങൾ കവടി വരുമ്പം എത്ര കവടികൾ കിട്ടിയാൽ ഇന്നിവിടെ പ്രേതം വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് എണ്ണാൻ അറിയാം. കബഡി വാരുമ്പം ഒരു ദിവസം പരമാവധി 3 സെറ്റ് ഓഫ് കബഡീസ് മാത്രമേ, 3 സെറ്റ്, ഒന്നെങ്കിൽ ഏതെങ്കിലും 3 രാശികളിൽ മാത്രമാണ് ബിംബ സാന്നിധ്യങ്ങളെ സ്ഥിരീകരിക്കാൻ പറ്റുക. അങ്ങ് തെക്ക് ദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ മാർത്താണ്ഡോദയ ദൃഷ്ടി കേന്ദ്രഗതയ എന്ന് പറയുന്ന ഒരു നിയമപ്രകാരം 4 വ്യവസ്ഥയിലെടുക്കും. അപ്പം എന്താ വെച്ചാൽ ആ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നോക്കണം. ബിംബ സാന്നിധ്യം 1, 5, 8 എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്രങ്ങളിൽ വരുമ്പോഴും ബിംബ സാന്നിധ്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് അങ്ങ് തെക്ക് ദേശത്തേക്കൊക്കെ. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും എടുക്കാം. എത്രയായാലും ഈ കവടി വാരുമ്പം ഒന്നുകിൽ കേന്ദ്രം കിട്ടും, അല്ലെങ്കിൽ ബിംബ സാന്നിധ്യം എന്ന് പറയുന്ന സംഖ്യകൾ കിട്ടും. അപ്പം ഗുളികൻ നിൽക്കുന്നത് 1-ാം ഭാവത്തിലാണെങ്കിൽ ആ കവടി കിട്ടുമ്പോൾ ഇന്ന രാശി കിട്ടുമ്പോൾ ആ രാശിക്ക് ഇത്ര കവടി വന്നാലേ കിട്ടുള്ളൂ. ആ നമ്പർ അങ്ങ് ചോദിക്കാം. 3 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടാവും. ഈ നമ്പർ വരാത്തടത്തോളം കാലം അവരെ കൊണ്ട് ആവാഹിപ്പിക്കണം, ജ്യോതിഷരെ കൊണ്ട് ഒഴിവും നോക്കിപ്പിക്കണം. അതാണ് സാധാരണപ്പെട്ടവരും മനസ്സിലാക്കാൻ പറ്റുന്ന ഏക മാർഗം. അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കുക. അപ്പം ആവാഹിച്ചത് വന്നിട്ടുണ്ട്, വരും ക്രിയ ഭംഗിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ലഭിക്കും, കൃത്യമായിട്ടും പൂർത്തീകരിക്കാനും സാധിക്കും. ശരി, ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണപ്പെട്ട ഒരാൾ കണ്ടെത്തി വെക്കുകയാണെങ്കിൽ വളരെ ഉപയോഗമാണ്. 100% ചോദിക്കാം. പക്ഷേ ഈ ഇപ്പം ഒരു ജ്യോത്സ്യൻ ആവാഹിച്ചു വന്നു എന്ന് പറയുന്നു, അത് ഏത് സോളായിരിക്കും വരിക? പേര്, അതായത് പിതൃവിന്റെ രൂപത്തെ പറഞ്ഞിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇത് ഈ രാശി വെക്കുമ്പോൾ തന്നെ. അത് മാത്രമല്ല, ക്രിയ നടക്കുന്ന ദിവസം ഈശ്വരാധീനം നോക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. ഈശ്വരാധീനം നോക്കുമ്പോൾ അന്ന് അവിടെ ഇമ്പോർട്ടൻ്റ്ലി അന്നേരവും ഈ ഗുളികനൊക്കെ അവിടെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് പറയാം, ഈ ഇന്നത്തെ രാശി പ്രകാരം ഇന്ന രൂപത്തിലുള്ള ഇന്ന വ്യവസ്ഥയിലുള്ള സോള് ലൈവ്ലി പ്രസന്റ് ആണ്. ഇത് നമുക്ക് ഫസ്റ്റ് ആവാഹിക്കണം. അതിനെ കണക്ട് ചെയ്യുന്ന ബാക്കി ഓരോ രൂപങ്ങളും പറഞ്ഞു കൊടുക്കാം. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഉദാഹരണം പറഞ്ഞ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, അല്ലെ ഭാര്യ, മകൻ, മകൾ, ഇതൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ട് ആ രൂപത്തിലുള്ളവരുടെ പേര്, മരണ നക്ഷത്രം, വീട്ടുപേര് പറഞ്ഞിട്ട് ആവാഹിക്കാം. ഇത് ആ പേരും മരണ നക്ഷത്രമാണ്. പുരുഷനാണെങ്കിൽ പുരുഷബിംബത്തിലേക്കും സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ബിംബത്തിലേക്കും ആവാഹിക്കാം. ഇത് രണ്ടും ആവാഹിക്കുമ്പോൾ ആ പേരും മരണ നക്ഷത്രവും പറഞ്ഞിട്ട് ആവാഹിക്കുന്ന പിതൃ, അപ്പോൾ തന്ത്രി കർമ്മം ചെയ്യുന്ന ആൾ ആവാഹിക്കുന്നുണ്ടാവും. ആവാഹിച്ച് കഴിയുമ്പോൾ ജ്യോതിഷർ ഒഴിവ് നോക്കും. ഒഴിവ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഈ 3 എണ്ണത്തിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിയിലുള്ള കബഡി സംഖ്യകൾ വരുമ്പോൾ അത് വന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി ഇതിന് വെളിയിൽ നമുക്കറിയാതെ ചിലപ്പോൾ ഭൂമിയൊക്കെ നമ്മൾ വാങ്ങിച്ചതുണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാത്തതുണ്ടാവും. അതിനെ ജ്ഞാത, അജ്ഞാത, സ്ത്രീ, പുരുഷ, ബാല, വൃദ്ധ, ഭ്രൂണ, പക്ഷി, മൃഗ, അന്യ, അഖിലാദി എന്ന് പറയുന്ന ഇത്രയും ഗണത്തിൽ ചേർത്തിട്ട് അതിനെ ഒന്നിച്ച് ലക്ഷ്മീനാരായണ ബിംബം അല്ലെങ്കിൽ ചതുർബാഹു ബിംബം ഇങ്ങനെ ആവാഹിച്ചെടുക്കാറുണ്ട്. ഇത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. സന്തോഷം. ഈ പറയുന്ന ഒരു പ്രേതബാധ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേതബാധയെ ഒഴിവാക്കണം. അതിന് മെജോറിറ്റി ആൾക്കാരും, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാ സെഗ്മെന്റിനകത്തും എല്ലാ സെക്ടേഴ്സിനകത്തും ഒരു കമേഴ്ഷ്യൽ മെക്കാനിസം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരാളെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അവരുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകാനാണ് സർവൈവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. സോ അപ്പോൾ ഈ അങ്ങനെ ഒരു പ്രേതബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട രീതിയിലുള്ളൊരു ഫാമിലിക്ക് വലിയ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വലിയ പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ ഈ ദോഷം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? വളരെ സിമ്പിളാണ്. എല്ലാ നാരായണനിലാണ് ലയിക്കുന്നത്. അതെ. അഷ്ടാക്ഷരി എന്ന് പറയുന്നത് വളരെയേറെ വിശേഷമായ പാപദോഷങ്ങളെ പരിഹരിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ നാരായണ ക്ഷേത്രങ്ങളിൽ
പ്രത്യേകിച്ചും പിതൃവിനെ സ്വീകരിക്കാൻ കഴിയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഞാൻ കേരളത്തിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ, അത് തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രം മാത്രമാണ്. അവിടെ ചെല്ലാം, അവിടെ നിങ്ങൾക്ക് ബലിയിടുന്നിടത്ത് ഇരുന്നിട്ട് ഒരു ബിംബം വാങ്ങാം, ഒരു ജ്ഞാതജ്ഞാതാണ് ബിംബം വാങ്ങാം. വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് ചെന്നിരുന്ന് അഷ്ടാക്ഷരി സംഖ്യ ഒരു ജ്യോത്സ്യരുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളെല്ലാവരും വ്രതമെടുത്ത് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന പിതൃക്കളെ ഒന്നടങ്കം ഭഗവാനിൽ ലയിപ്പിക്കുന്നതിനും ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾക്ക് പൂർണ്ണ അർപ്പണബോധത്തോടുകൂടി ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ഒന്നിച്ചിരുന്ന് ചൊല്ലാം. അത് 36,000 സംഖ്യയ്ക്ക് ചൊല്ലിയാൽ മതിയോ, അതോ അതിന് മുകളിൽ വേണോ, 1,00,000 വേണോ? ഇത് കർമ്മങ്ങളുടെ കാഠിന്യം അനുസരിച്ച് സംഖ്യ കൂടും. അപ്പം 36,000 സംഖ്യ ചൊല്ലി ആ സങ്കല്പത്തിൽ നിങ്ങൾ വിളക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തുവാണ് വീട്ടിൽ ചെയ്യുന്നതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് വേറെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ക്ഷേത്രത്തിലാവുമ്പോൾ അത് വളരെ കംഫർട്ടാണ്. അവിടെ വീട്ടുകാരെല്ലാവരും ഒരാൾ 1 മണിക്കൂർ നിരന്തരം ചൊല്ലിയാൽ, ഏറ്റവും പതുക്കെ ചൊല്ലിയാൽ തന്നെ ഒരു 5,000 സംഖ്യയുടെ അഷ്ടാക്ഷരി ചൊല്ലാൻ കഴിയും. 10 പേരുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 50,000 സംഖ്യയുടെ അഷ്ടാക്ഷരി ചൊല്ലാൻ കഴിയും. കുടുംബത്തിലുള്ളവരെല്ലാം ഒന്ന് ഒത്തുപിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഈ പ്രേത വിഷയം തീരും. ഞാൻ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പം സമ്പത്ത് എന്ന് പറയുന്ന വിഷയമല്ല, ഒന്നുകിൽ ഉപാസന, അല്ലെങ്കിൽ നീ നിന്റെ ശരീരം കൊണ്ട് ആർജിച്ച ദാനം. ഈ പൂജ ചെയ്യുമ്പോൾ അത് ദാനം തന്നെയാണ്. അതിലൂടെ അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ജ്യോതിഷ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിഴിപ്പണം ദാനം ചെയ്യുക, സ്വർണ്ണപ്പണം കൊടുത്തുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്തിരുന്നത് എന്തിനാ? ഭൂമി ദാനം ചെയ്യുക. ദാനത്തിന് അതിൻ്റെതായ പ്രയോറിറ്റി ഉണ്ട്. ഇവിടെയും ഭഗവാന് ദാനം ചെയ്യാം, പിതൃക്കൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം. അത് ജപമാണ്, കലിയുഗമാണ്, കലൂനാമ സങ്കീർത്തനം പൂർണ്ണം. സന്തോഷം. എന്തായാലും ശ്രീകാന്ത്ജി പറഞ്ഞ പോലെ ഉപാസന അല്ലെങ്കിൽ ജപം അല്ലെങ്കിൽ നാരായണൻ സമർപ്പിച്ചാൽ തീരാത്ത ഒന്നും തന്നെ ഇല്ല. എല്ലാവരുടെ ദുഃഖങ്ങളും പിതൃദോഷങ്ങളും എല്ലാം നാരായണൻ സമർപ്പിക്കുക. സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.